എല്ലാവരുടെയും കണ്ണും മനസ്സും ഇപ്പോഴേ കൊൽക്കത്തയിലായിരിക്കും അല്ലേ? നാളത്തെ മാച്ചിനെ പറ്റി നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നാളത്തെ ഗെയിം ഒരു വിൻ ഓർ ഗോ ഹോം മാച്ച് ആയ കാരണം എല്ലാവർക്കും കൂടുതൽ ടെൻഷനും ആകാംക്ഷയും ഒക്കെ ഉണ്ടാവും അല്ലേ? T20 ഫോർമാറ്റിൽ ഹെഡ് ടു ഹെഡ് കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങളായിട്ട് ഇന്ത്യ മുന്നിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ കണക്ക് മാത്രം കഥ പറയില്ലല്ലോ അല്ലേ? പിന്നെ അപ്പുറത്തുള്ളവരത്ര നിസ്സാരക്കാരും അല്ല. വെസ്റ്റ് ഇൻഡീസ് ഓൾറെഡി 2 തവണ 2020 വേൾഡ് കപ്പ് കിരീടം നേടിയവരാണ്. പിന്നെ വലിയ വേദികളിൽ പലപ്പോഴും അവർ വളരെ അപ്രതീക്ഷിത പ്രകടനങ്ങൾ നടത്തിയിട്ടുമുണ്ട്. പക്ഷേ ഇന്ത്യക്ക് ഇതൊക്കെ നിസ്സാരമെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം കേട്ടോ. ഇന്ത്യൻ ലൈനപ്പ് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ കളിയിൽ സിംബാബ്വെക്കെതിരെയുള്ള വിന്നിംഗ് കോമ്പിനേഷനിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താൻ ചാൻസ് ഉണ്ട്. ദുബൈക്ക് പകരം ഒരു എക്സ്ട്രാ സ്പിന്നറെ കളിപ്പിക്കാൻ ഒരു ചാൻസ് കാണുന്നുണ്ട്. മിക്കവാറും അത് കുൽദീപ് ആവാനാണ് സാധ്യത. അല്ലാതെ വേറെ വലിയ മാറ്റങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ മിക്കവാറും സെയിം ബാറ്റിംഗ് ഓർഡറും ആയിരിക്കും അവർ കീപ്പ് ചെയ്യുന്നത്. നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷമായ ഒരു കാര്യം എന്താ വെച്ചാൽ സഞ്ജു ലൈറ്റായിട്ട് ക്ലിക്കായിട്ടുണ്ടെന്നാണ്. അതുകൊണ്ട് സഞ്ജു തന്നെ വെസ്റ്റ് ഇൻഡീസിനെതിരെയും ഓപ്പണിംഗ് ചെയ്യാനാണ് ചാൻസ്. ലൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് കോമ്പിനേഷൻ വർക്കാവുകയും ചെയ്യും. പണ്ട് വിമർശിച്ചവരൊക്കെ സഞ്ജുവിനെ പറ്റി പൊക്കിയടിക്കുന്നുണ്ട്. ഗവാസ്കർ പറയുന്നത് സഞ്ജുവിന് നല്ലൊരു ഫ്ലൈയിങ് സ്റ്റാർട്ട് നൽകാൻ പറ്റി എന്നുള്ളതാണ്. അശ്വിൻ പറഞ്ഞത് ഇന്ത്യൻ ടീമിന് വേണ്ട പോലെ സഞ്ജു കളിച്ചു എന്നാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും രസകരമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആകാശ് ചോപ്ര പറഞ്ഞത് പിച്ച് ബാറ്റിങ്ങിന് അനുകൂലമായതുകൊണ്ടാണ് ഇന്ത്യക്ക് T20 വേൾഡ് കപ്പിന് ഉയർന്ന സ്കോർ നേടാൻ സാധിച്ചതെന്നാണ്. പക്ഷെ അത് കേട്ടപ്പോൾ റെയ്നസ് റിപ്ലൈ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ സഞ്ജുവിൻ്റെ ചേഞ്ചും ക്വിക്ക് ഫയറുമാണ് ഇന്ത്യക്ക് നല്ലൊരു സ്കോർ നേടിക്കൊടുത്തതെന്നാണ്. പണ്ടെപ്പോഴും കുറ്റം പറയുന്ന ഗവാസ്കറിനെ പോലെ ആകാശം മാറുമെന്ന് നമുക്ക് വിചാരിക്കാം അല്ലേ? പക്ഷേ ഗവാസ്കർ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. ഷോർട്ട് ബോളിന് ഡീപ്പ് സ്ക്വയർ ലെഗിലേക്ക് ക്യാച്ച് നൽകി ഔട്ടാവുന്ന ഒരു പ്രവണത സഞ്ജുവിനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇത് തടയാനായിട്ട് എന്തെങ്കിലും ഒരു പുതിയ തന്ത്രം സഞ്ജു മെനയുമെന്ന് നമുക്ക് വിശ്വസിക്കാം. എന്തൊക്കെയാണെങ്കിലും സിംബാബ്വെക്കെതിരെ ഔട്ടായ ശേഷം ഡഗ് ഔട്ടിലെത്തിയപ്പം സഞ്ജുവിനെ ബാറ്റിംഗ് കോച്ചും ഗംഭീറും ഒക്കെ പ്രശംസിക്കുന്നത് നമ്മൾ കണ്ടതാണല്ലോ അല്ലേ? അത് സഞ്ജുവിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതൊന്നും ആയിരിക്കില്ല. വെസ്റ്റ് ഇൻഡീസിനെതിരെ സഞ്ജുവിന് ഒരു മിനിമം 50 എങ്കിലും എടുക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. വെസ്റ്റ് ഇൻഡീസിൻ്റെ ലൈനപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാവരും പവർ ഹിറ്റർമാരാണ്. അവരുടേതായ ദിവസമാണെങ്കിൽ സിംഗിൾ ഹാൻഡഡ്ലി ദേ ക്യാൻ വിൻ ദ മാച്ച്. പിന്നെ ഒരു വിഷമകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ IPL ഔട്ട് ഓഫ് ഫോം ആയിരുന്ന ഹെറ്റ്മെയർ ഫോമിലേക്ക് വന്നു എന്നുള്ളതാണ്. അത് അവർക്ക് നൽകുന്ന ആത്മവിശ്വാസവും ചെറുതായിരിക്കില്ല. കൊൽക്കത്തയുടെ പിച്ച് സാധാരണയായിട്ട് ബാറ്റിംഗ് അനുകൂലമാണ്. പക്ഷേ ഡ്യൂ ഫാക്ടറോട് കൺസിഡർ ചെയ്യുമ്പം ഫസ്റ്റ് ടോസ് വീഴുന്ന ആൾ ബൗളിംഗ് സെലക്ട് ചെയ്യാനാണ് ചാൻസ്. ഇതൊക്കെ കൊണ്ട് തന്നെ നാളെ നടക്കുന്ന ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ക്വാർട്ടർ ഫൈനൽ ഒരു ത്രില്ലിംഗ് മത്സരം തന്നെയായിരിക്കും. ഇതൊക്കെയാണ് എൻ്റെ ഒരു ഇത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എന്തായാലും സ്റ്റേ ട്യൂൺഡ്. ഇന്ത്യ ജയിക്കുന്നതും സഞ്ജു അഭിമാനത്തോടെ ഉയർന്നു നിൽക്കുന്നതുമായ ആ ഒരു നിമിഷത്തിന് വേണ്ടി നമുക്ക് ശ്വാസം പിടിച്ചു തന്നെ കാത്തു നിൽക്കാം. അപ്പോൾ ബൈ.